എന്നിട്ട് കിടക്കണ കിടപ്പൊക്കെയാണോ? ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്നോ. കറിയും കൂടെ വെച്ചിക്കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ഇട്ട കറിവേപ്പില ഞാൻ ഫുള്ളായിട്ട് ഇട്ടതാണ് കേട്ടോ. അതൊക്കെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കിഴങ്ങവിച്ചതും ബീഫ് കറിയാണ് കേട്ടോ. അപ്പം ഇതൊന്നും ആയിട്ടില്ല, കുക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ലഞ്ചിന് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി ബീഫ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ബീഫാണ് കേട്ടോ, ഒരുപാട് എല്ലും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ബീഫായിട്ടാണ് കിട്ടിയത്. ഒരുപാട് നാളായിട്ടോ ബീഫൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിച്ചു ഇതൊരു ബ്രഞ്ചായിട്ട് എടുക്കാം. കാരണം 9:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഷാരോൺ ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ അവൾ എണീറ്റ് വരുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കാം. കുഞ്ഞിന് അധികം കറിയൊന്നും വേണ്ട, കുറച്ച് തിക്കായിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതാ ഉള്ളിയൊക്കെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ച് ബാക്കി പരിപാടികൾ നോക്കിയാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഇതേ നമ്മുടെ കിഴങ്ങും വേവിക്കണം. അപ്പം നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് കണക്കാക്കി ഉച്ചവരെ ഇങ്ങനെ 1 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. ഇത് കുക്ക് ചെയ്ത് എന്തായാലും ഉടനെ കഴിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് വൈകുന്നേരം എനിക്കും അമ്മയ്ക്കും മോക്കൊന്നും വലുതായിട്ട് ഹെവി ആയിട്ടൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു ഉച്ചവയ്ക്ക് കഴിക്കാനുള്ള പാകത്തിന് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. നമ്മൾ 3 പേർക്കാണെങ്കിലും നമ്മൾ ചെറിയൊരു ക്യാമറയിൽ ഇങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. ഇതൊരു ചെറിയ ചെരുവത്തിൽ കുറച്ച് കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. എന്തിനാണോ രാവിലെ വിളിക്കുന്നത്? നിനക്ക് മീൻ തന്നില്ലേ, പിന്നെന്തിനാ വിളിക്കുന്നത്? വിശപ്പ് മാറിയില്ലേ? ഷോയ്ക്കുട്ടന് വിശപ്പ് മാറിയില്ലേ? നീ ചോറ് വേവിച്ചിട്ട് തന്നാ മതിയാ. എവിടെ പോണ്? അതിന്റെ പുറത്തൊന്നും കയറരുത്. പുറത്ത് കയറിയ അടി കിട്ടും, താഴെ നിന്നാ മതി. പുറത്ത് കയറിയാൽ ചേച്ചി അടിക്കും കേട്ടോ. അവിടെ ഇരിക്കും. അങ്ങനെ നമ്മൾ കുക്കറിലേക്കൊക്കെ ഇട്ട് വേവിക്കാൻ പോവുകയാണ്. ഒരു 4-5 വിസിലെങ്കിലും കേൾപ്പിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചവച്ച മുറിയാൻ ഇച്ചി പാടാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം വേവിച്ചെടുക്കാം. നമ്മുടെ മിട്ടുക്കുട്ടി രാവിലെ തന്നെ എങ്ങോട്ടോ വായി നോക്കാനായിട്ട് ഇറങ്ങിപ്പോയതാണ് കേട്ടോ. മീൻ കൊടുക്കുന്ന സമയമായപ്പോഴും അവൾ വന്നിട്ടില്ലായിരുന്നു. പിള്ളേർ മാത്രമേ ഇവിടെ ഉള്ളൂ. അവൾക്കുള്ള മീൻ ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും വൈകുന്നേരം വരുമായിരിക്കും. പിള്ളേരിത് മീനൊക്കെ കഴിച്ചിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. എവിടെയോ കിടന്ന കവറൊക്കെ എടുത്ത് വീടിനകത്ത് കൊണ്ടിട്ട് എന്തൊക്കെയോ മറിച്ചിട്ട് ഒരാളെവിടെ പോയെന്തോ, ഒരാൾ ഏറ്റത്ത് എവിടെയോ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുമായിരിക്കും. എന്തായാലും കസേരപ്പുറത്തൊന്നും കാണുന്നില്ല. ഇവിടെ നമ്മുടെ സോയ്ക്കുട്ടനും ജയക്കുട്ടനും ആമ്പിള്ളേർ 2 പേരും കൂടിയാണ് കേട്ടോ ഈ ഒരു കളിയും ബഹളങ്ങളൊക്കെ. മീനൊക്കെ കൊടുത്ത് വയറ് വീത്തു. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ സോയ്ക്കുട്ടൻ എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. എന്നെയും സമ്മതിക്കത്തില്ല, അമ്മയും സമ്മതിക്കത്തില്ല. ഒന്ന് അടികൂടലാണ് 2 പേരും കൂടാ. ഇന്നത് എല്ലിൻ്റെ ഇടയിൽ കയറിയാ? ഷോയ്ക്കുട്ടാ നോക്കിയാണ് ആ കവർ എടുത്തോണ്ട് വന്നിട്ട് അതിന്റെ പുറത്തിടുന്നാണ് കേട്ടോ കളി. സോയ്ക്കുട്ട രാവിലെ മീൻ തന്നില്ലേ, പിന്നെ എന്തിനാണ് ഇവിടെ കയറി ഇങ്ങനെ കിടക്കുന്നത്? സോയ്ക്കുട്ടന് രാവിലെ ചേച്ചി മീൻ തന്നില്ലേ? 3 ചാളയും കേട്ടാമ്മ 3 നെത്തോലി തുല്യമായിട്ട് വീതിച്ചാണ് 3 പേർക്ക് ഞാൻ കൊടുത്തത്. എന്നിട്ട് കിടക്കണ കിടപ്പൊക്കെയാണോ? ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്നുള്ള മട്ടില്. അങ്ങനെയാണാടാ, നിനക്കൊന്നും കിട്ടിയില്ലേ? നിനക്ക് ഞാൻ തന്നില്ലേ മീൻ? അത് പോരെ? കളിച്ച് ക്ഷീണിച്ചു കേട്ടോ, വയറ് വിശപ്പായെന്നോന്ന്. ഒരാൾ അവിടെ തട്ടേ മുട്ട ചെയ്യുന്ന ആരാണോ എന്തോ. താഴെ ഇറങ്ങട്ടെ, നിനക്ക് വേറൊരു സ്ഥലത്ത് കിടക്കാൻ സ്ഥലം കിട്ടിയില്ലേ? നീ ഇവിടെ കിടക്കോളാടാ. കമ്പെടുക്കട്ടെ ചെറുക്ക, കമ്പെടുക്കട്ടേടാ. ഷോയ്ക്കുട്ടോ നോക്കിയാണ് പുലി കിടക്കുന്നതൊക്കെ കിടക്കുന്നേ അല്ലേ മാ? പുലിയുടെ കാലും ചാടിപ്പോയി. ആ പോണം. സമയം ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്. ഇപ്പോഴാണ് എൻ്റെ ഷാറും കുട്ടി ഉറക്കണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ വന്ന പാടെ എന്താ പറയുന്ന ബ്രഷ് ചെയ്യാനൊന്നും പോവാതെ പിള്ളേരെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സോയ്ക്കുട്ടൻ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സോയ്ക്കുട്ടനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോയ്ക്കുട്ടൻ മാത്രമേ കയ്യിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കത്തുള്ളൂ കേട്ടോ. ബാക്കി 2 പേരും വല്ലാത്ത വിരൂരുപ്പാണ്. ജയക്കുട്ടിൻ്റെ കാര്യം പിന്നെ പറയണ്ട. നമ്മുടെ ബീഫ് കറി ഫൈനൽ സ്റ്റേജിലാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊന്ന് കറിയും കൂടെ വെച്ചിക്കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ഇട്ട കറിവേപ്പില ഞാൻ ഫുള്ളായിട്ട് ഇട്ടതാണ് കേട്ടോ. അതൊക്കെ അതിൻ്റെ ഇടയിലോട്ടങ്ങ് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റിയാൽ നമുക്ക് കഴിക്കാം കേട്ടോ.
അങ്ങനെ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ബ്രഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സമയം 11:30 മണിയേ ആയിട്ടുള്ളൂ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു, ലഞ്ചും ഇല്ല. അപ്പം ഇതിന് രണ്ടിനും ഇടയ്ക്കാകുമ്പോൾ എന്തായാലും ബ്രഞ്ച് എന്നല്ലേ പറയേണ്ടത്. അപ്പൊ നമ്മുടെ കിഴങ്ങും ബീഫ് കറിയും, ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. എരിയൊക്കെ ഒരുപാട് കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ കഴിച്ചു തീരുന്നത് വരെ എന്റെ ഷാരോൺ കുട്ടി അമ്മ അടിപൊളി 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 എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് കഴിച്ചു. അപ്പോൾ പിള്ളേരും കളിച്ച് തളർന്നതിന് ശേഷം അവരിത് എന്തായാലും ഇന്ന് പല പല കട്ടിലിലോട്ട് മാറി കിടന്നില്ല. ഒരു കട്ടിലിൽ പോയി 3 പേരും കൂടെ സുഖമായിട്ട് കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്